ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ട് പോവാം. ഹീറോയിൻ പറഞ്ഞായിരുന്നു, ഫുൾ പറയുന്നു മാരേജ് എനിക്ക് ശരിയില്ല, ഇഷ്ടമില്ലടി അങ്ങനെയായിട്ടൊക്കെ കരഞ്ഞിട്ട് പറയുന്നത്. അതല്ലേ ഇത് പറയുന്നത്, എനിക്ക് ഫോഴ്സ് ചെയ്ൻ മാരേജ് ആണ്. അവനിക്ക് ഹൈദരാബാദിൽ ജോബ് കിട്ടിയിട്ടുണ്ടോ, എനിക്ക് നാളെ മാരേജ് മച്ചി, ഇന്ന് മാത്രം എനിക്ക് സംസാരിക്കാൻ മാറ്റാൻ പറ്റും. ഇത് മാത്രമല്ല, ഇന്ന് ഉമ്മ വെളിയിൽ ഷോപ്പ് ചെയ്യാൻ പോയിട്ട് വീട്ടിൽ ആരുമില്ല, എൻ്റെ ഗ്രാൻഡ് പ മാത്രമേ ഉള്ളത്, അതുകൊണ്ട് ഞാൻ വന്നതാ. എനിക്ക് നാളെ മാരേജ് എന്ന് പറഞ്ഞു സാഡ്. ഇന്ന് എൻ്റെ അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. എനിക്കിഷ്ടമല്ല, എൻഗേജ്മെൻ്റ് ഒന്നും നടന്നില്ല, ഡയറക്റ്റ് മാരേജ്, വേറെ പോയില്ല, എന്ത് ചെയ്യാൻ എനിക്കറിയില്ല എന്ന് ഫ്രണ്ടിനോട് പറയായിരുന്നു. ശരിടി വരാം, മണി എത്രയായി? അയ്യോ 7. ആയിഷ നിൽക്ക ആയിഷ. അയ്യോ ലേറ്റായിടി മച്ചി, ഞാൻ പോവാ. മണി 9 മണി എത്രയാടി? ഇപ്പോൾ അവർ വരൂടി, 12 മണിയാവും വെച്ചിട്ട് ഇപ്പോൾ വരുമ്പോൾ. ഇല്ലടി 10 മണിയാവൂടി, 11 മണിയാ, 10 മണിയാവും, ഒരു 10 മണിക്ക് വരുന്നു പറഞ്ഞോട് ബച്ചിടി ബായിടി അങ്ങനെ ഓടിപ്പോയി. അങ്ങനെ ഷോക്കായി ഞെട്ടിപ്പോയി ചെക്കൻ. എന്താ പറ്റി സർ, നിങ്ങൾ വാ. അങ്ങനെയായിട്ട് നടന്ന കാര്യം മൊത്തം ഡീറ്റെയിൽസ് പറഞ്ഞു. എന്ത്? ജിമ്മിന് ഷോക്കായി. എന്ത് മാരേജാ? നടന്ന കാര്യം മൊത്തം പറഞ്ഞു, എങ്ങനെ മാരേജ് നടക്കാന്ന്. അങ്ങനെയായിട്ട് മാരേജ് എവിടെ നടക്കുന്നത്? അത് ഹീറോയി പറഞ്ഞിരുന്നു, ഇവിടാണ് മാരേജ്, കണ്ടിട്ട് വരണം. ഹീറോയി ഫ്രണ്ട്സിനോട് പറഞ്ഞു പോയിരുന്നു, വേറെ വഴിയിലൂടെ ഹെൽപ്പ് ചെയ്യടി എന്ന് പറഞ്ഞു. ഇത് കേട്ട് ചുള്ളു ചേക്കായി കിടപ്പായി. എന്തോ എൻ്റെ വൈഫൊക്കെ മാരേജാ എന്ന ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. അവർ എന്ത് പറയണമെന്ന് നമുക്ക് പറയില്ല, അതുകൊണ്ട് സർപ്രൈസ്. അങ്ങനെ 7 പേർ ഇങ്ങനെ ഡീൽ ചെയ്യാൻ തുടങ്ങി. അതെ, PTS മെമ്പർ 7 പേരുണ്ടായിരുന്നു. അങ്ങനെ 7 പേർ ലൈവിലാണ് സംസാരിക്കുന്നത്. ലൈവ് പറഞ്ഞവർ ഫോണിൽ വെച്ച്. ഹലോ ഹയാം, എന്ത് പറ്റി ജിമിൻ? എടാ, ഞാനൊക്കെ ഒരു ഗേൾ ഇഷ്ടപ്പെട്ടവൻ പറഞ്ഞില്ലേ? അതെടാ, അവൾക്ക് മാരേജ്. ബാക്കി മെമ്പർ ശരിക്കും മക്നീസ് നോക്കി. 3 പേർക്ക് ആ ഗേൾ മേലെ കാണുന്നു. ശരിടാ, ഞങ്ങൾ ഒരു പ്ലാൻ പറയാം. അങ്ങനെ നടന്ന കാര്യം ആറാം പ്ലാൻ പറഞ്ഞു. പ്ലാൻ കറക്റ്റ്, ഞങ്ങളെല്ലാം വന്നിട്ട് എത്തടാ, നീ വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞ മതി നീ ചെയ്തോ. എന്താ ജിമ്മിൻ പറഞ്ഞു. ശരിടാ, ഇങ്ങനെ ഫോട്ടോ അയച്ചു, ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ. അങ്ങനെ ജിമ്മിന് ഓക്കെ എന്ന് പറഞ്ഞു. 3 പേർ സ്മക്ക് ചെയ്തു അവർ പ്ലാൻ. ഞങ്ങൾ എത്തിയോളാം. നിങ്ങളെവിടെ ഉള്ളത്? ഇല്ലടാ, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, നമുക്ക് ഇവിടെ ഹോസ്പിറ്റൽ നോക്കണ്ടേ. നിങ്ങൾ പ്ലാൻ ചെയ്ത് സക്സസ് ആയി എന്നിട്ട് കോൾ ചെയ്ത് പറഞ്ഞു. അങ്ങനെയായിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, അവർ പ്ലാൻ സക്സസ് ആയി. അങ്ങനെയായിട്ട് അവർ പ്ലാൻ സക്സസ് ആയി പോയി. അങ്ങനെയായിട്ട് അവർ പ്ലാൻ സക്സസ് ചെയ്യണം, പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഹീറോയ്ക്ക് മാരേജ് നല്ല ഡ്രസ്സ് ഇട്ടോണ്ട് വന്നായിരുന്നു. ഹീറോയ്ക്ക് കുടിക്കുന്ന ഒരു ജ്യൂസ് കിട്ടി. ഹീറോയ്ക്ക് നിങ്ങളാരാ ഇവിടെ? അല്ല മാം, ഞാനിവിടെ ജോലി ചെയ്യുന്നതാണ്. അങ്ങനെയായിട്ട് അവർക്ക് ജ്യൂസ് കുടിച്ചു. ഹീറോയി ജ്യൂസ് കുടിച്ചു. അങ്ങനെ മാരേജിനോടക്ക് വന്നു. അങ്ങനെ ഹീറോയ്ക്ക് തല കറക്കാൻ വരാൻ തുടങ്ങി, വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. പൊത്തു എന്ന് അവിടേക്ക് ഇങ്ങനെ സൈൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഹീറോ സൈൻ ചെയ്യാൻ പൊത്തു എന്ന് വോമിറ്റ് വരുന്ന മതിയായി. ഹീറോയ്ക്ക് ഇങ്ങനെ പൊത്തും വോമിറ്റ് ചെയ്ത് മതി. ബാഗ് കഴിച്ചു. പൊത്തുനിന്ന് മയങ്ങി വീണു. ഒരാൾ ഓടി വന്നു. അതെ, ജിമ്മി ഷോക്കായി. ആറാം ഹയാൻ? അത് കണ്ട് അങ്ങനെ ഡോക്ടർ വിളിക്കുക. ഡോക്ടർ, ഹായ്, ഐ ആം ഡോക്ടർ ആരാം? എന്ത് പ്രശ്നം? ഇല്ല ഡോക്ടർ, അത് ഇത് പ്രശ്നം. നിങ്ങളാരെ കാണുമെന്ന? ഇല്ല, ഈസ് മൈ ഫ്രണ്ടാ? അല്ല, ഇവിടെ എൻ്റെ ഫ്രണ്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ അനീത്തിയുണ്ട്, അതോടെ മീറ്റ് ചെയ്യാൻ വന്നതാ. അങ്ങനെ പറഞ്ഞിരുന്നു. ഫ്രണ്ടിൻ്റെ അനീത്തിയാ? അതെ, ഒരു മീറ്റ് ചെയ്യാൻ വന്നതാ ഞാൻ, ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ അനീത്തിയാ? അങ്ങനെ പറഞ്ഞു. ജിമ്മിൻ ആറാം പറഞ്ഞായിരുന്നു. ഓക്കെ അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഡോക്ടർ ഇവർ മയങ്ങി വീണു. ഇങ്ങനെ ചെക്ക് ചെയ്ത്, അയ്യോ എന്ത് പറ്റി? കൺഗ്രസ് പാ, ഞങ്ങളുടെ വൈഫ് പെണ്ണിട്ടാണെന്നും പറഞ്ഞു. എൻ്റെ ഡാഡിക്ക് മമ്മിക്ക് ഷോക്ക്. പെണ്ണിട്ടാണോ? അതേപ്പാ, ഫ്രണ്ടിട്ടാണ് നിങ്ങളെ മാള്, ഇവരാണല്ലോ ഫാദർ. ഞാനായിട്ട് പറഞ്ഞു. ഞാനായിട്ട് എല്ലാവർക്കും ഷോക്കായിരുന്നു. എന്ത് എന്നിട്ടാണോ? ഹീറോയി കട തുറന്ന്. എന്ത് എന്നിട്ടാണോ? ഹീറോയ്ക്ക് ഒരു വലിയ അവരുടെ കൂടെ ഹീറോയിൻ്റെ മമ്മി ഡാഡിക്ക് ടെൻഷനായി. എന്താണ് നടക്കുന്നത്? അതകത്തല്ല കുറച്ച് പോലീസ് വന്നായിരുന്നു. പോലീസ് വന്ന് പറയാൻ തുടങ്ങി. ഹീറോയിൻ്റെ മമ്മിയുടെ ഡാഡിനോട് പറഞ്ഞായിരുന്നു. ചെക്കനിക്കൊന്നും കേട്ടില്ലായിരുന്നു. അവരോട് പറഞ്ഞതായിരുന്നു അടുത്ത് വന്നിട്ട്. അങ്ങനെയായിട്ട് അവർ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. പോലീസ് കുറച്ച് വന്ന് മാരേജ് കഴിക്കുമ്പോൾ ചെക്കനെ പിടിച്ചുകൊണ്ട് പോയി. ഇവൻ ഇതെല്ലാം ചെയ്തായിരുന്നു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പോലീസ് അവിടെ നിന്ന് കൊണ്ട് അവൻ്റെ ഫാമിലി വന്ന് ഹീറോ ഡാഡിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ പോലീസ് അവരെ എടുത്തുകൊണ്ട് പോയി. ഹീറോയും മമ്മി ഡാഡി സാഡായിരുന്നു. അങ്ങനെ പറഞ്ഞു. ഹീറോയി പറഞ്ഞിട്ടാണ് അങ്ങ് ഡാഡി ആരാന്ന് കേട്ടായിരുന്നു. അതാ. അങ്ങനെ 3 പേര് എണിച്ച് നിന്ന്. അങ്ങനെയായിട്ട് ഈ ഡാഡി കൺഫ്യൂസായി. അങ്കിൾ ഒരു ചെറിയ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു, അതുകൊണ്ടും ഞങ്ങൾക്ക് എല്ലാം നടന്നു. ഡാഡി മമ്മിക്ക് ഷോക്കായിരുന്നു. എന്നിട്ട് ഹീറോയിനെ അവർ മാരേജ് കഴിക്കാൻ പറഞ്ഞായിരുന്നു. ഹീറോയിന് മമ്മിക്ക് ഡാഡിക്ക് വേറില്ല.
അവിടെ തന്നെ മാരേജ് അവർ രജിസ്റ്റർ ചെയ്തു. അതുപോലെ ഹീറോയ്ക്ക് മാല അവരോട് കൊടുന്നായിരുന്നു. ഒരു മാല ജിമ്മിന് മാത്രം. ഹീറോയിൻ്റെ മമ്മി ജിമ്മിൻ വീക്ക് ആയിട്ട് മാല ആരായിട്ടും ശരി ഈ മാല ഞാൻ കേട്ടോ ജിമ്മിനെടുത്ത് കൗത്തുക ഹീറോയിനെ മാരേജ് കഴിച്ചു. ബാക്കി 9 ഓൾറെഡി മാല എടുത്തായിരുന്നു. അങ്ങനെ അവർ മാരേജ് കഴിച്ചു. ജിമ്മിൻ ശരി ഇത് ഞാൻ വൈഫ് ഗിഫ്റ്റായി കൊടുക്കാം. അങ്ങനെയായിട്ട് ജിമ്മിന് ഹീറോയെ അങ്ങനെ ജിമ്മിന് 2 മാല ഇട്ടായിരുന്നു. ജിം ഓൾറെഡി ഗിഫ്റ്റായിട്ട് 2 മാല ഹീറോ ഞാൻ മാരേജ് മാല ഉള്ളിടുമ്പോൾ എങ്ങനെയാണ് ഹീറോയിന് ഡാഡി അത് ഗിഫ്റ്റായിട്ട് ഹീറോയിൻക്ക് ഇട്ടായിരുന്നു. ശരി ഇത് നിൻ്റെ ഡാഡിയുടെ ഗിഫ്റ്റായിട്ട് ഇരിക്കട്ടെ പറഞ്ഞു. അവൾക്ക് ഇങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അങ്ങനെ പാലെടുത്ത് റൂമിൽ വന്നു. ഹീറോയി ചോദിച്ച് കേൾക്കുക ടെൻഷനായി. ഹീറോയി പറയാൻ തുടങ്ങി നിങ്ങൾ എന്താ ചെയ്യുന്നത് സാർ, നിങ്ങൾ എന്തിനാ ഞാൻ പെട്ടിട്ടാണോ? എന്നെ 3 ചിരിക്കാൻ തുടങ്ങി. എങ്ങനെ സാർ അപ്പോൾ എല്ലാം നടന്നായിരുന്നു. അവർ 3 ചിരിക്കായിരുന്നു. അപ്പോൾ ചുമ്മാ പറഞ്ഞതാ ഇല്ല ഡാഡി അറിഞ്ഞ പറയോ എന്ന് പറഞ്ഞു. 3 പേര് ഹീറോയിനെ പിടിച്ചു. അതില്ല സർപ്രൈസിന് ഹീറോ അപ്പോൾ അവർക്ക് 3 പേർക്ക് എല്ലാം നടന്നു. 3 പേരെ ഹീറോയിൻ വെച്ച് ചെയ്ത് ഹീറോയിൻ പാവ കരയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ നൈറ്റായിരുന്നു എല്ലാം നടന്നത്. രാവിലെ ഹീറോയിൻ അയ്യോ എനിക്ക് ഇടുപ്പ് പൊളിഞ്ഞ്. അങ്ങനെ 3 പേർ നോക്കി എന്താടാ ചെയ്തതെന്ന്. ഹീറോയിൻ്റെ ഗ്രാൻഡ് പാക്ക് പറഞ്ഞായിരുന്നു ഇത് ഫേക്ക് എന്ന്. ഗ്രാൻഡ് പാക്ക് അറിയും ഹീറോയിൻ എന്ത് ചെയ്തതെന്ന്. അതുകൊണ്ട് ഗ്രാൻഡ് പാ പറയാൻ തുടങ്ങി. ശരി ഓക്കെ അത് ഹീറോയിൻ ഒരാൾ ഹീറോയ്ക്ക് നടന്ന കാര്യം പറഞ്ഞായിരുന്നു. അതില്ല നിങ്ങളെ മർമോന് ഹീറോയിനെ വിളിച്ചായിരുന്നു. അപ്പോൾ അവന് കുടിക്കുകയായിരുന്നു, ക്ലബിലായിരുന്നു. അങ്ങനെ കൊണ്ട് വിളിച്ചതായിരുന്നു. അങ്ങനെ നടന്ന കാര്യം പറഞ്ഞിരുന്നു. ഫേക്ക് പറഞ്ഞായിരുന്നു. അങ്ങനെ എല്ലാവരും നമ്പിയായിരുന്നു. ക്ലബിൽ വെച്ചായിരുന്നു ഹീറോയ്ക്ക് അത് കൊടുത്തായിരുന്നു. അങ്ങനെ ഇങ്ങനെ നടന്നതെല്ലാം പറഞ്ഞായിരുന്നു. അവന് വേറെ പെണ്ണിൽ കൂടെ ക്ലോസ് ആയിരുന്നു. അങ്ങനെ കൊണ്ട് പറഞ്ഞായിരുന്നു. ഞാൻ ചീറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ കൊണ്ട് ഹീറോയിൻ്റെ ഡാഡി മമ്മി ഹീറോക്ക് വേണ്ടി മാരേജ് 3 പേർക്ക് ഞങ്ങൾ അറിയാതെ കുടിച്ച് പോയി ഞങ്ങൾക്ക് എല്ലാം നടന്നതെന്ന് പറഞ്ഞു. അത് നമ്പിട്ട് ഹീറോക്കുമാർക്ക് മാരേജ് കഴിച്ചു. ഹീറോയി പറയുന്നു അവർ ചെയ്ത് സ്റ്റേ ചെയ്തു. പിന്നെ അവർക്ക് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് കൊറിയക്ക് പോയി. കൊറിയയിൽ അങ്ങനെ 7 പേര് തന്നെ ഹീറോയിനെ നോക്കി സ്മൈൽ ചെയ്തു. നിങ്ങളെല്ലാവരും ഡോക്ടറാണോ? അതെ നിങ്ങളെല്ലാം ഡോക്ടറും മാത്രമല്ല ഞങ്ങളെല്ലാവരും അണ്ടർകണ്ട് മാഫിയ കിങ്സാണ്. ഹീറോയ്ക്ക് ഷോക്കായി. നിങ്ങൾ മാഫിയാണ്? അതുമാത്രമല്ല നീ കുട്ടിയൊരു മാഫിയ മതി. ഹാപ്പി എൻഡിങ്.